പേഴ്സണൽ ട്രെയിനർ നമ്മൾ ക്ലയൻസിന് ഒരു എക്സസൈസ് പഠിപ്പിക്കുന്നത് ടെൽ ഷോ ഡു മെത്തേഡിലൂടെയാണ്. ആദ്യം എക്സസൈസ് എന്താണെന്നും എന്തിനാണത് ചെയ്യുന്നതെന്നും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, നമ്മളത് കാണിച്ചു കൊടുക്കുന്നു, എന്നിട്ട് ക്ലയൻസിന് ചെയ്യാനായിട്ട് ആമ്പിൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. ക്ലയൻസ് ഒരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ട് സംസാരിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടോ ഒരു തരത്തിലും അവരെ ഡിസ്ട്രാക്ട് ചെയ്യാതിരിക്കുക. അവർ ചെയ്തു കഴിഞ്ഞാൽ അവർ ചെയ്തതിലുള്ള മിസ്റ്റേക്ക് തിരുത്താൻ ശ്രമിക്കുന്നതാണ് ഫീഡ്ബാക്ക്. പക്ഷേ ആദ്യം തന്നെ നിങ്ങൾ ക്ലയൻറ്റ് ചെയ്ത തെറ്റായ കാര്യം എടുത്ത് പറയുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള അവരുടെ റെസിപ്റ്റേഴ്സ് അടഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് സാൻഡ്വിച്ച് മെത്തേഡ്. എത്ര തെറ്റായിട്ട് ഒരാളൊരു കാര്യം ചെയ്താലും എന്തെങ്കിലും അതിൽ നല്ലത് ചെയ്തിട്ടുണ്ടാവും. അത് ആദ്യം എടുത്ത് പറയുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, എന്നിട്ട് തെറ്റ് തിരുത്തുക, അതിനുശേഷം വീണ്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ഈ തെറ്റ് തിരുത്തുക എന്നുള്ള കയ്പുള്ള ഭാഗം പ്രോത്സാഹനത്തിൻ്റെയും മോട്ടിവേഷൻ്റെയും ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ക്ലയൻസിന് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഈസി ആയിട്ട് വിഴുങ്ങും. പിന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാളെ നിങ്ങൾ ബൈസപ്പ് കേൾ ചെയ്യിച്ചു. ആദ്യത്തെ 5-6 റിപ്പീറ്റേഷനിൽ അവരുടെ ബ്രീത്തിങ് കറക്റ്റായിരുന്നു. പക്ഷേ കുറച്ച് ഹാർഡായി ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ ബ്രീത്തിങ് മറന്നുപോയി. നിങ്ങൾക്ക് ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളോട് അവരോട് പറയാൻ പോകുന്നത്, ആദ്യത്തെ 4-5 ലിഫ്റ്റിൽ നിങ്ങളുടെ ബ്രീത്തിങ് വളരെ കറക്റ്റായിരുന്നു. എക്സസൈസ് ഹാർഡായി വന്നു കഴിഞ്ഞാലും നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ പിക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ വളരെ ഈസിലി ഇമ്പ്രൂവ് ആവും. ഈ രീതിയിലായിരിക്കണം ഫീഡ്ബാക്ക് കൊടുക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ക്ലയൻറ്റിനോട് പറയുന്നത് ബ്രീത്ത് ഹോൾഡ് ചെയ്യരുത് എന്നല്ല, റിമെമ്പർ ടു ബ്രീത്ത് എന്നാണ്. ഫീഡ്ബാക്ക് പോസിറ്റീവ്ലി ഫ്രേസ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. താങ്ക് യു.